ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊരു ഫിഷ് ഫ്രൈ ആണ് കാണിക്കാൻ പോണത്. അമ്മയുടെ നമ്മൾ മത്തിയാണെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മത്തി ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പാക്കിൽ പൂച്ചയൊക്കെ കരയുന്നുണ്ട്. മത്തി വാങ്ങിച്ചപ്പോൾ തൊട്ട് പൂച്ച അവിടെ ഉണ്ട്. ക്ലീൻ ചെയ്ത മത്തിയൊക്കെ നമ്മൾ അടുത്തത് ഓരോന്നായിട്ട് ലൈൻ ഇടുകയാണ്. അതായത് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ മസാല നന്നായിട്ട് മത്തിയിൽ പിടിക്കും. നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ മുളക് പൊടിയിൽ കുറച്ച് കാശ്മീരിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മത്തിയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഓരോ മത്തിയായിട്ട് ആ അരപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് അത് നന്നായിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു ടൈറ്റായിട്ടുള്ളൊരു ബൗളിൽ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. നമ്മളൊരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അതെടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ നമുക്ക് കറിവേപ്പില വേണം. അപ്പോൾ നമ്മൾ കറിവേപ്പില എടുക്കാൻ പോയതാണ്. കറിവേപ്പില വലിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ അതിലോട്ട് ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കറിവേപ്പില അതിലോട്ടിടുക. കറിവേപ്പില ഇങ്ങനെ പൊട്ടിക്കൊന്നും വേണ്ട, അത് ഇങ്ങനെ തണ്ടോടെ തന്നെ അതിലോട്ടിടുക. അതാണ് അതിൻ്റെ ഫ്ലേവറെല്ലാം അതിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി ഓരോന്നായിട്ട് ആ പാനിലോട്ട് എടുത്തിടുക. അത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അതിലിട്ടാൽ മതി. നമ്മൾ തീ സിമ്മിൽ വെച്ചാൽ മതി. കാരണം നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫിഷ് ഫ്രൈ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.